ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഭയപ്പെട്ടതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ശാപത്തിന്റെ ഉഗ്രശക്തി എന്താന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു എന്നാ? എന്റെ ഈശ്വര, എന്റെ കൃഷ്ണമോൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവരുതേ. ഇവന്റെ ചായയുടെ പാകം മനസ്സിലായല്ലോ. ഇനി എന്നും മോൾ ഉണ്ടാക്കി കൊടുത്താ മതി. അമ്മേ, ഞാൻ ഇന്നലെ അമ്മയെ ഒരുപാട് തവണ വിളിച്ചു. അമ്മ ഫോൺ എന്താ എടുക്കാതിരുന്നേ? അമ്പലത്തിലായിരുന്നില്ലേ മോളെ, അവിടുത്തെ തിരക്കിനിടയ്ക്ക് ഒന്നും കേട്ടില്ല. മുത്തശ്ശി എന്തിനാ അമ്പലത്തിൽ പോയെന്നറിയാവോ? നിങ്ങളുടെ ദീർഘ ദാമ്പത്യത്തിന് വേണ്ടി മുത്തശ്ശി ഒരു പൂജ നേർന്നിട്ടുണ്ടായിരുന്നു. അത് നടത്തി കഴിഞ്ഞിട്ടുള്ള വരവാണ്. ഗാതമോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല മുത്തശ്ശി. ഈ പ്രസാദം തൊട്ടോളൂ. അതെ അമ്മേ, ഒട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു. എന്തു പറ്റി? വന്ന നിമിഷം മുതല് മമ്മിയുടെ കാര്യവും പറഞ്ഞ് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നല്ലോ. രാത്രിയായപ്പോ ആളൊന്ന് മയങ്ങി വീണു. അയ്യോ, എന്നിട്ട്? അമ്മയുടെ മോളുടെ മനസ്സിന്റെ ഐക്യം അപ്പോഴാ മനസ്സിലായത്. ഗാഥ തളർന്നു വീണ് കഴിഞ്ഞതും സിത്താരമ്മയുടെ അവിടെ എത്തി. ഇപ്പോ സിത്താര ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും കൂടി പറഞ്ഞു വന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചുപോയി. അല്ലെ, പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂജാരിമാര് ലക്ഷണമൊന്നും പറഞ്ഞില്ലേ? അല്ല, ദമ്പതികൾ എത്ര കാലം ജീവിക്കും, എത്ര കുട്ടികളുണ്ടാവുന്നൊക്കെ. ഒന്ന് പോടാ അവിടുന്ന്. വിശ്വാസങ്ങളെ കളിയാക്കണ്ട. ഇടയ്ക്ക് നീയും തെന്നി വീഴാറുണ്ട്. അതെന്താ കാര്യമെന്നറിയോ മോളെ? ആദ്യം ഇവൻ ദൈവനിഷേധിയായിരുന്നു. ഇവിടെ പൂജ നടക്കുന്നു എന്ന് പറഞ്ഞ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. പിന്നിപ്പോ പതുക്കെ പതുക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതും മോളെ കണ്ടതിന് ശേഷം. ആ, അങ്ങനെയല്ലേ വരൂ. ഈ വീടിന്റെ നന്മയ്ക്കായിട്ടാണല്ലോ എന്റെ കുട്ടിയുടെ വരവ്. ചത്തില്ലേ ഇവള്? എന്താ നിർമ്മലേ, രാവിലെ തന്നെ നീ എവിടുന്നാ ഈ വരുന്നേ? അമ്മേ, ഉദയേട്ടന്റെ ഒരു ബന്ധു ഉണ്ടല്ലോ, സാവിത്രി അമ്മായി. ഇന്നലെ അവർക്ക് അസുഖം കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോ ഞാനിന്ന് അങ്ങോട്ട് പോയതാ. എന്നിട്ടെന്താ ഉദയനെ കൊണ്ടുപോകാതിരുന്നേ? നീ എന്തിനാ തനിച്ചു പോയത്? അത് ഉദയേട്ടനെ വിളിച്ചപ്പോ വന്നില്ല. അമ്മയ്ക്കറിയാലോ, ഒരാൾക്ക് വയ്യാന്ന് കേട്ട് കഴിഞ്ഞാ പിന്നെ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അല്ല, മനുഷ്യത്തുള്ളവരൊക്കെ അങ്ങനെയാണല്ലോ. മനുഷ്യത്വം ഉള്ളവർക്കൊക്കെ അങ്ങനെയാ, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, ഇന്നലെ ഇവിടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അതെന്താ നിർമ്മലേ, ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? അയ്യോ എന്റെ പൊന്നു സുമിത്രേ, പുറത്തു പോയി തിരിച്ചു വന്നപ്പോ ഒരു വിശേഷം ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോ അതിൽ പിടിച്ച് കേറൊന്നും വേണ്ട.
എന്താ മുത്തശ്ശി? ഒന്നുമില്ലടാ, ദൈവം എത്തിച്ച കുട്ടിയല്ലേ, നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും അറുതിയായിട്ട്. ഹലോ, എന്തായി മമ്മി? ശാപം വലിച്ചോ? അവൾക്ക് എന്തേലും സംഭവിച്ചോ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞതല്ലേ മമ്മിയോട്, നവീനെ വിവാഹം കഴിച്ച് ഞാൻ ആ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലെന്ന്. അന്ന് ആ ശാപത്തിന്റെ കാര്യം പറഞ്ഞ് മമ്മി വാശി പിടിച്ചു. അല്ലെങ്കിൽ ഞാനിപ്പോ നവീന്റെ വീട്ടിലുണ്ടാവുമായിരുന്നു. ശാപത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെട്ടതിനൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ശാപത്തിന്റെ ഉഗ്രശക്തി എന്താന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു എന്നാ? അയ്യോ, ഒരു വലിയ പാമ്പ് അവളെ കൊത്താനായിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. അത് അവളെ കാൽക്കച്ചെന്ന് നിന്നു. എന്നിട്ട് അവൾ പക്ഷെ ആ നാഗത്തെ കണ്ട് പേടിച്ചേയില്ല. പകരം അവൾ ആ നാഗത്തിന്റെ മുന്നിൽ കൈകൂപ്പി. അത്ഭുതം എന്നേ പറയണ്ടു. മമ്മി ആരുടെ കാര്യം ഈ പറയുന്നേ? കൃഷ്ണയുടെ കാര്യാണോ അതോ ഈ സൂപ്പർമാന്റെ സ്റ്റോറിയോ? അവൾ ആരെ മമ്മി? അവളെ കണ്ട് സർപ്പം പിന്തിരിയാൻ അവൾ അത്രയ്ക്ക് വലിയ ആളാണോ? അവക്ക് എന്തോ ദിവ്യശക്തി ഉണ്ട്, അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമൊന്നുമില്ല. മമ്മി, ഇത് പട്ട പകല. വെറുതെ ആവശ്യമില്ലാതെ ഭ്രാന്തി വിളിച്ച് എന്നോട് പറയരുത്. ശാപം ശാപം എന്ന് പറഞ്ഞു കിടന്നുറങ്ങിയിട്ട് മമ്മി കണ്ട സ്വപ്നമായിരിക്കും ഇതൊക്കെ. ഓ, വേറൊന്നും കിട്ടിയില്ലേ മമ്മിക്ക് ഈ ദിവ്യശക്തി അവൾക്ക് പതിച്ചു കൊടുക്കാൻ? ഗാഥമോളെ, ഞാൻ പറഞ്ഞ സത്യമാണ്. സത്യമോ നുണയോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മമ്മി എത്രയും പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് എന്നെ ആ വീട്ടിലേക്ക് കയറ്റാനുള്ള ഏർപ്പാടുകൾ നോക്ക്. അത് പെട്ടെന്ന് പറ്റില്ല. വൈ? ശാപം ഇപ്പോഴും ഈ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിട്ടില്ല, അത്ര തന്നെ. ഞാനേ വന്നിട്ട് നമുക്കെല്ലാം നേരിട്ട് സംസാരിക്കാം. ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങുക. മമ്മി, ഇതൊന്നും പറഞ്ഞ പറ്റില്ല. ഇനി എന്നെ കൊണ്ട് ക്ഷമിക്കാനാവില്ല. പറഞ്ഞ് എന്നെ പറ്റിക്കാണ് മമ്മി. ഗാഥ, മൈൻഡ് യുവർ വേർഡ്സ്. ഇന്നലെ ഇതേ കാര്യം പറഞ്ഞ് നീ എന്നെ സംശയിച്ചു. ആ സംശയം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കാവല് കടന്നത്. എന്നെ ഇവര് ബഹുമാനത്തോടെ സ്വീകരിച്ചു. പക്ഷെ ഇവിടെയുള്ളവരുടെ മനസ്സില് അതത്ര നല്ല കാര്യമായിട്ട് ഇരിക്കുവോ? എന്നിട്ട് അതുപോലെ സഹിച്ചില്ലേ ഞാൻ നിനക്ക് വേണ്ടിട്ട്? അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. മമ്മി പ്ലീസ്. തൽക്കാലം അടങ്ങ് ഗാഥ. ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലേ?